ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. ഡെങ്കിപ്പനി ബാധിച്ചവരെ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിച്ചാൽ സ്വകാര്യ ആശുപത്രിയിൽ പറഞ്ഞുവിടുന്നതായാണ് ആരോപണം. പകർച്ചവ്യാധി വ്യാപനം ജില്ലയിൽ വർദ്ധിച്ച സാഹചര്യം കണക്കിലെടുത്ത് യാതൊരു മുന്നൊരുക്കവും ആശുപത്രിയിൽ നടന്നിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. വലിയ കെട്ടിടങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും കൊല്ലം ജില്ലാ ആശുപത്രിയിലുണ്ട്. എന്നാൽ ആശുപത്രിയിലെത്തുന്ന കിടത്തി ചികിത്സ ആവശ്യമായ രോഗികളെ ഉൾപ്പെടെ മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. ഡെങ്കിപ്പനിയുടെ വ്യാപനം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പോലും ആശുപത്രിയിൽ ആനുപാതികമായി നഴ്സുമാരില്ലെന്നും പരാതിയുണ്ട്. ആ ജില്ലാശുപത്രിയിൽ കഴിഞ്ഞ എത്രയോ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചികിത്സയുമായി ഒന്നും അവിടെ ഈ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ കിടത്തി ചികിത്സ, അവിടുത്തെ കിടത്തി ചികിത്സിക്കണമെങ്കിൽ തന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരു HNC മെമ്പർ, അവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു ഉന്നത അധികാരികളുടെ ആശ്രയം ഇവിടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരോഗ്യരംഗത്ത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാന തെളിവുകളിലൊന്നാണ് ഈ കൊല്ലം ജില്ലാശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇപ്പോൾ നടന്നു വരുന്നത്. മെഡിസിൻ വാർഡിൽ 36 കിടക്കകളും പുരുഷന്മാരുടെ വാർഡിൽ 60 കിടക്കകളുമാണ് ഉള്ളത്. എന്നാൽ മുഴുവൻ കിടക്കകളിലും രോഗികളെ പ്രവേശിപ്പിക്കാറില്ല. ജീവനക്കാരുടെ കുറവ് മൂലമാണ് രോഗികളെ മടക്കി അയക്കുന്നതെന്നും മെഡിസിൻ OPയിൽ ഡോക്ടർമാരുടെ കുറവുണ്ടെന്നും പരാതിയുണ്ട്. നിലവിൽ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.